നമസ്കാരം. ഓം ശ്രീ മഹാഗൗരിയെ നമ. ഇന്ന് നവരാത്രിയുടെ 8ാം ദിവസം അമ്മയുടെ മഹാഗൗരി ഭാവത്തെയാണ് ആരാധിക്കുന്നത്. അമ്മയുടെ ഈ ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് ആണ്. അതായത് നമ്മൾ കാളരാത്രിയിൽ പരിചയപ്പെട്ട പോലെ അവനവനെ തന്നെ സമർപ്പിക്കുക എന്നുള്ള തൻ്റെ പാകപ്പെട്ടിരിക്കുന്ന ഭാവമുണ്ട്. അതായത് ഒരു സാധകൻ എങ്ങനെയാണോ പാകപ്പെടുന്നത് അത് കാളരാത്രിയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു. ആ പാകപ്പെട്ടിരിക്കുന്ന മനസ്സിൽ പിന്നീട് വരുന്നത് എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ ഉയർന്ന തലത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതായത് സഹസ്രാരം കഴിഞ്ഞ് ദ്വാദശാന്തം വരെയുള്ള യാത്രയാണ് മഹാഗൗരി ആരാധന എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ധർമാധർമ്മ ബുദ്ധി ഇല്ലാതായി എല്ലാം അടങ്ങിയതിന് ശേഷവും പിന്നെ വരുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അതുപോലെ തന്നെ സർവ്വതരത്തിലുള്ള നമ്മുടെ കഴിവുകളും എല്ലാം ദേവിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ഭാവമാണ് മഹാഗൗരി ആരാധന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അതുപോലെ തന്നെ നമ്മുടെ കർമ്മഫലം എല്ലാം സകലതും ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇതുവരെ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, അത് ഏത് ശക്തിയിൽ നിന്നാണോ നമ്മൾ നേടിയത് തിരിച്ച് ആ ശക്തിയിലേക്ക് തന്നെ സമർപ്പിക്കുന്ന ഒരു ഭാവമാണ് മഹാഗൗരി ഭാവം എന്ന് പറയുന്നത്. ആ മഹാഗൗരി ഭാവത്തിലേക്ക് ആരാധന ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് നവമി തിഥിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് അടുത്ത നവമി ദിവസം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.